ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പ്ലസ് വണ്ണിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ പ്ലസ് വണ്ണിന്റെ പബ്ലിക് എക്സാമിന് മിനിമം 6 മാർക്കിനും മാക്സിമം 9 മാർക്കിനും പബ്ലിക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇക്വേഷൻസും കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ട് അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ ചാപ്റ്റർ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, ഇത് ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. ആ ആളുകൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റർ ഈ വീഡിയോ കണ്ടിട്ടേ എക്സാം എഴുതാൻ പോവാൻ പാടുള്ളൂ. അത് ഒഴിവാക്കി വെക്കരുത്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് പോകുന്നതിന്റെ മുമ്പ് ഈ ചാപ്റ്റർ ഒന്ന് കാണണം. എങ്ങനത്തെ ആൾക്കാര് ഇത് ഒഴിവാക്കി ഇത് ഞാൻ പഠിക്കൂല എന്ന് വിചാരിച്ച ആളുകൾ കേട്ടോ. അല്ലാതെ പഠിച്ച് നല്ലൊരു സെറ്റപ്പിൽ ഇതിനെ പഠിച്ച് റെഡിയാക്കി വെച്ച ആളുകൾ ഈ വീഡിയോസിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ കണ്ടതാണോ പരിചയമുള്ളതാണോ നോക്കിയതാണോ എന്ന് ഉറപ്പുവരുത്തുക. സ്കിപ്പ് ചെയ്യുക. അറിയുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ട് അടുത്ത ചാപ്റ്ററുകളിലേക്ക് പോവുക. ഓക്കെ. അറിയാത്ത ആളുകൾ, ഇത് മനസ്സിലാവാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇത് ക്ലിയർ ആവാത്ത ഈ ചാപ്റ്റർ ഒഴിവാക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം തന്നെ ഈ ചാപ്റ്റർ തുടക്കം മുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് എക്സാം എഴുതാൻ പോവുക. ഒരിക്കലും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുവിലേക്കും ആവശ്യമുള്ള ചാപ്റ്റർ തന്നെയാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകലടാ. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഇതിന് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് അറിയുന്ന ഇക്വേഷൻസ് തന്നെയായിരിക്കും. ഞാൻ ജസ്റ്റ് അതൊന്ന് ഓടിച്ച് പറയാം. നിങ്ങൾ പറയുന്നില്ല, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട്. അറിയാത്ത ആളുകൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറിയുന്ന ആളുകൾ സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങളുടെ നോട്ടിലൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർട്ട് ദി ഡിഗ്രി മെഷർ. ഡിഗ്രിയിലുള്ള ഒരു സാധനത്തിനെ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്? π/180. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ഓർത്തു വെക്കുക. നമ്മൾ എപ്പോഴും റേഡിയൻ മെഷർ പറയുമ്പോൾ മുകളിൽ പയ്യും താഴെ നമ്പറും ഉണ്ടാവുക. അങ്ങനെയല്ലേ? മുകളിൽ പയ്യും താഴെ നമ്പറും. അപ്പോ റേഡിയൻ മെഷറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ എന്തായാലും പൈ ആണ് വരേണ്ടത്. അപ്പോ π/180 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്തായാലും π/180 കൊണ്ടാണല്ലോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ടു റേഡിയൻ മെഷർ ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ ആര് ഉണ്ടാവണം എന്ന് ഓർത്ത് വെക്കുക, പൈ ഉണ്ടാവണം എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി ഡിഗ്രി മെഷർ ആണെങ്കിൽ ആൻസർ കിട്ടേണ്ടെങ്കിൽ താഴെയാണ് പൈ ഉണ്ടാവേണ്ടതെന്ന് ഓർക്കുക. ഒന്ന് ഓർത്ത് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഓർത്ത് വെക്കാലോ. റേഡിയൻ മെഷർ ആണെങ്കിൽ ആൻസർ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ ആര് ഉണ്ടാവണം, പൈ ഉണ്ടാവണം. അപ്പോ ടു റേഡിയൻ മെഷർ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്തെടുക്കുക, π/180 എടുക്കുക. ടു ഡിഗ്രി മെഷർ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് കൊടുക്കുക, 180/π കൊടുക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സർക്കിൾ വെച്ചിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ് L = r⁻θ എന്ന് പറയുന്നത്. ഒരു സർക്കിളിന്റെ ആംഗിൾ തീറ്റയാണ്. ഇതിലുള്ള ഒരു സെക്ടർ മാത്രമാണ് നമ്മൾ പോർഷൻ മാത്രമാണ് എടുത്തത് കേട്ടോ. അതിൽ റേഡിയസ് r ആണ്. അതേപോലെ തന്നെ ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് കേട്ടോ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് L എന്നുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ L = r⁻θ എന്നാണ്. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ നിർബന്ധമായിട്ടും എന്ത് മെഷറിലായിരിക്കണം, റേഡിയൻ മെഷറിലായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻ മെഷർ. അതുപോലെ എഴുതിയിട്ടില്ല. തീറ്റ മസ്റ്റ് ബി ഇൻ റേഡിയൻ മെഷർ നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കുക. L = r⁻θ എന്നുള്ള ഇക്വേഷനിൽ തീറ്റ എപ്പോഴും എന്ത് മെഷറിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ള, റേഡിയൻ മെഷറിൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഡിഗ്രി മെഷർ കൊണ്ടുപോയിട്ട് L = r⁻θ എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഈ ടേബിൾ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടേബിൾ തന്നെയാണ്. sin 0 = 0, sin 30 അല്ലെങ്കിൽ sin π/6 = 1/2, sin 45 = 1/√2, sin 60 = √3/2. ഇങ്ങനെ അടങ്ങുന്ന സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും റിസൾട്ടുകളാണ് ഈ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ക്വാഡ്രൻസ് പറയുന്നതാണ്. 0 മുതൽ ക്വാഡ്രന്റ് വരുന്ന സമയത്ത് പൈതഗോറസ് റിലേഷൻസ്. sin² + cos² x = 1 ആണ്. 1 + tan² x = sec² ആണ്. 1 + cot² x = cosec² ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുവിലേക്കും ഒക്കെ ആവശ്യമുള്ള 3 റിലേഷൻസ് ആണ് പൈതഗോറിയസ് റിലേഷൻ. ഓക്കെ. അടുത്തത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതിനെയാണ് നമ്മൾ തേർഡ് ക്വാഡ്രന്റ്, ഇതിനെയാണ് നമ്മൾ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയാം. ഓക്കെ. ഈ ക്വാഡ്രന്റുകളിൽ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഒക്കെ വാല്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സാധനമാണ് ഇവിടെ. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ് ആണ്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. അങ്ങനെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അപ്പോ ഓൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും എന്താണ്, പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എസ് എന്ന് പറഞ്ഞാൽ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. ബാക്കി എല്ലാവരും നെഗറ്റീവാ. ഈ പറഞ്ഞ ആൾക്കാർ മാത്രമാണ് പോസിറ്റീവ്. എ എന്ന് പറഞ്ഞാൽ ഓൾ പോസിറ്റീവ്. എസ് എന്ന് പറഞ്ഞാൽ സൈനും സൈനിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ടുള്ള കൊസീക്കും പോസിറ്റീവ് ആണ്. അതേപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടാനും കോട്ടും പോസിറ്റീവ് ആണ്. ടാൻ കോട്ട് പോസിറ്റീവ് ആണ്.
ഫോർത്ത് ക്വാഡ്രന്റ് നോക്കുകയാണെങ്കിൽ കോസും സീക്കും പോസിറ്റീവ് ആണ്. ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനമായിരിക്കും, എന്നാലും ജസ്റ്റ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഇതൊന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതാ റിസൾട്ടുകളാണ്. സൈനിന്റെയും കോസിന്റെയും കുറച്ച് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരുന്ന ടൈപ്പ് റിസൾട്ടുകളാണ്. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം നിർബന്ധമായിട്ടും. ഇതിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിസൾട്ടുകളിൽ പെട്ടതാണ് ഇത്. സൈൻ എക്സ് പ്ലസ് വൈയും കോസ് എക്സ് പ്ലസ് വൈയും സൈൻ എക്സ് മൈനസ് വൈയും കോസ് എക്സ് മൈനസ് വൈയും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടാൻ എക്സ് പ്ലസ് വൈ ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന റിസൾട്ട്. അതുപോലെ തന്നെ സൈൻ 2x റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ 2x റിസൾട്ട്. അതുപോലെ തന്നെ സൈൻ എക്സ് പ്ലസ് വൈ. ഇതാ ഈ ലാസ്റ്റ് ഉള്ള 4 റിസൾട്ടുകളും ഇതൊക്കെ പ്രൂവ് ദാറ്റിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യനുകളിലേക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് ആണ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബാക്കിയുള്ളതും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യനുകൾ പറയുന്നതിൽ ഈ റിസൾട്ടുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പറഞ്ഞത്. ബാക്കിയുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് നോട്ടിലേക്ക് ഒന്ന് മാറ്റി എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത് പോസ് ചെയ്തിട്ട് മാറ്റി എഴുതിക്കോളൂ. ഞാൻ അടുത്തിലേക്ക് പോവാണേ. ഇതാ ഗ്രാഫുകളാണ്. സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും കൊസീക്കിന്റെയും സീക്കിന്റെ ഒക്കെ ഗ്രാഫുകൾ. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒന്ന് സൈനിന്റെ ഓർത്ത് വെക്കുക, പിന്നെ കോസിന്റെ ഓർത്ത് വെക്കുക, അതുപോലെ തന്നെ ടാനിൻ്റെതും ഒന്ന് ഓർത്ത് വെക്കുക. ഗ്രാഫും ഡൊമൈനും റേഞ്ചും. സൈനെക്സിന്റെ ഗ്രാഫ് 0-ലൂടെയാണ് കടന്നു പോകുന്നത്, ഓർത്ത് വെക്കുക കേട്ടോ. 0-ലൂടെയാണ് സൈനെക്സിന്റെ ഗ്രാഫ് കടന്നു പോകുന്നത്. കോസെക്സിന്റെ ഗ്രാഫ് 1-ലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഗ്രാഫ് കണ്ടാൽ സൈനെക്സ് ആണോ കോസെക്സ് ആണോ മനസ്സിലാക്കാൻ എന്ത് നോക്കിയാൽ മതി? ഗ്രാഫിന്റെ സെന്റർ ഭാഗം 0-ലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് സൈൻ. ഇത് രണ്ടും സെയിം രൂപത്തിലാണ് കാണാനുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ 0-ലൂടെ കടന്നു പോകുകയാണെങ്കിൽ സൈനെക്സിന്റെ ഗ്രാഫാണ്, 1-ലൂടെ കടന്നു പോകുകയാണെങ്കിൽ അത് കോസെക്സിന്റെ ഗ്രാഫ് ആണെന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ രണ്ടിന്റെയും ഡൊമൈനും റേഞ്ചും എന്താണ്? സെയിം ആണ്. റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈൻ വരുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ആണ്. ഇത് രണ്ടും വേണമെങ്കിൽ കൊസീക്കിന്റെയും സീക്കിന്റെയും വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിർബന്ധമില്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് ടാനിൻ്റെത്. ടാനിൻ്റെതും ഡൊമൈനും റേഞ്ചും എന്ന് പറയുന്നത് ഡൊമൈൻ R-2n+1 π/2 n belongs to Z. റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഏത് തന്നെയാണ്? സൈനും കോസും തന്നെയാണ്. അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അറിയാത്ത ആളുകൾ ബാക്കിയാണെങ്കിൽ ഒന്ന് വരച്ചു വെക്കാന്ന് മാത്രം. ഇനി അടുത്ത് ഞാൻ കൺവേർഷനിലേക്ക് ക്വസ്റ്റ്യനുകളിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ശ്രദ്ധിച്ചോ. 7π/6 റേഡിയൻ ഇസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി. 7π/6 റേഡിയൻ ഇസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി. എനിക്ക് ആൻസർ വേണ്ടത് എന്താണ്? ഡിഗ്രിയാണ് ആൻസർ വേണ്ടത്. ഡിഗ്രി ആൻസർ വരണമെന്നുണ്ടെങ്കിൽ മുകളിൽ 180 താഴെ എന്തും വരണം? പൈയും വരണം. അപ്പൊ ഞാൻ ഈ ആൾക്കാർ എഴുതി കൊടുത്തു. 7π/6 അങ്ങോട്ട് എടുത്ത് എഴുതി. 7π/6 റേഡിയൻ ഇസ് ഈക്വൽ ടു 7π/6 ഇൻറ്റു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിച്ചേ, ഡിഗ്രി മെഷറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ 180/π കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പൈയും എന്തായി പോടാ? ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ 6ഉം 180ഉം 180/6 കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. എത്ര കിട്ടൂടാ? 30 എന്ന് കിട്ടും. ഓക്കെ, 7 × 30 = 210 110 ഡിഗ്രി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഡിഗ്രി മെഷർ കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാറുള്ളതാണ്, മിസ് ചെയ്യരുത്. ഓക്കെ, സെറ്റിലടാ, സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ ഞാൻ. ഓക്കെ, ശ്രദ്ധിച്ചോ. 40 ഡിഗ്രി 20 മിനിറ്റ്സ്. ഇതൊരു പ്രഡിക്ഷൻ ആയിട്ട് കൂട്ടിക്കോട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി വെച്ചോ. 40 ഡിഗ്രി 20 മിനിറ്റ്സ്. മിനിറ്റ്സിന്റെ കാര്യം ഇവിടെ നോക്കിക്കോളാം. 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ്സ് ആണ്. 1 ഡിഗ്രി = 60 മിനിറ്റ്സ് ആണ്. 1 മിനിറ്റ് = 60 സെക്കൻഡ് ആണ്. 1 മിനിറ്റ് = 60 സെക്കൻഡ് ആണ്. 1 ഡിഗ്രി = 60 മിനിറ്റ് ആണ്. നമ്മളെ ക്ലോക്കിലുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾ ആദ്യം ഇതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിനെ ഡിഗ്രി മെഷറിന്റെ റേഡിയൻ മെഷറിലേക്കാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. പക്ഷെ ഡിഗ്രിന്റെ കൂടെ ആരും കൂടി തന്നിട്ടുണ്ടടാ, മിനിറ്റിനും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിലുള്ള ഡിഗ്രി മെഷർ ആണെങ്കിൽ മാത്രമേ നേരിട്ട് നമുക്ക് 180/π കൊണ്ട് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നേരിട്ട് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നേരിട്ട് ഫുള്ളൊരു ഡിഗ്രി മെഷർ ആണോ? അല്ല, മിനിറ്റും കൂടി ഉണ്ട്. അപ്പൊ ആ മിനിറ്റിനും കൂടി നിങ്ങൾ ആദ്യം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 20 മിനിറ്റ് ഞാൻ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എടാ 20 മിനിറ്റ് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. അപ്പൊ ആ 60 അപ്പുറത്തേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് 20 മിനിറ്റിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 20/60 ഡിവൈഡ് ചെയ്തു. ഞാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ തന്ന മിനിറ്റിനെ നിങ്ങൾക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 20/60 കൺവേർട്ട് ചെയ്യുമ്പോൾ 0 കട്ട് ചെയ്ത് പോയി 2/6 ചെയ്താൽ എന്ത് കിട്ടൂടാ? 1/3 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, 1/3 ഡിഗ്രി. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഇത് അതേപോലെ ഇതാണെങ്കിൽ 40 ഡിഗ്രി 20 മിനിറ്റ്സ് = 40 ഡിഗ്രി + 1/3 മിനിറ്റ്. 1/3 മിനിറ്റ്
ഇനി ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് പ്ലസ് ചെയ്താണ് 60 ഡിഗ്രി അല്ലെങ്കിൽ 60 മിനിറ്റ് എന്ന് എഴുതാൻ പാടില്ല, തെറ്റാണ്. അത് രണ്ടും രണ്ട് മെഷർമെന്റുകളാണ്. ഇവിടെ രണ്ടും സെയിം മെഷർമെന്റുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 40 into 3 120 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ 121/3 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ഇത് ടോട്ടൽ എന്ത് മെഷറിലേക്ക് കൺവേർട്ട് ആയി? ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ആയി. ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ആയാൽ ഇനി നേരിട്ട് മൊത്തത്തിൽ ഒരു ഡിഗ്രി ആയി മാറി. ഡിഗ്രി നിങ്ങൾക്ക് എന്തിലേക്ക് ഇനി കൺവേർട്ട് ചെയ്യണം? റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പൈ 180 കൊണ്ട്. റേഡിയൻ മെഷർ എന്ന് പറയുമ്പോൾ മുകളിൽ പൈ ഉണ്ടാവണം, ബൈ 180, താഴത്തെ 180 കൊടുക്കുക. പൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ കട്ട് ചെയ്ത് ചെറുതാക്കാൻ പറ്റുന്ന മെഷേഴ്സ് ഒന്നും ഇല്ല. 121 into പൈ 121 പൈ 3 into 180 = 540. അപ്പൊ 121 പൈ ബൈ 540 റേഡിയൻ എന്ന് എന്തിന്റെ ആൻസർ ആയിട്ട് കിട്ടൂടാ? ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ഓർത്ത് വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പഠിച്ചു വെച്ചോട്ടോ. ഓക്കെ അല്ലടാ, പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇതാ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ ശ്രദ്ധിച്ചോട്ടോ. എൻ പൈ സൈനിന്റെ ഉള്ളിലും കോസിന്റെ ഉള്ളിലും ടാനിന്റെ ഉള്ളിലും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം പറഞ്ഞു തരാം കേട്ടോ ഞാൻ. അപ്പോൾ ശ്രദ്ധിച്ചോ, എൻ പൈ സൈനിന്റെ ഉള്ളിൽ എൻ പൈ പ്ലസ് സൈൻ എൻ പൈ പ്ലസ് എക്സ്. എൻ എന്താവണടാ? ഈവൻ ആവാം ഓർ ഓഡ് ആവാം. എൻ ഈവൻ ആയാലും കുഴപ്പമില്ല, ഓഡ് ആയാലും അവിടെ കുഴപ്പമില്ല. എൻ ഈവൻ ആയാലും ഓഡ് ആയാലും കുഴപ്പമില്ല. എൻ പൈ ആണെങ്കിൽ എൻ ഈവൻ ആയാലും ഓഡ് ആയാലും കുഴപ്പമില്ല. അവിടെ എന്തുണ്ടാവില്ല? ഇവിടെ സൈൻ ആണെങ്കിൽ നേരെ അപ്പുറത്തും എന്തെന്നെ ഇട്ട് കൊടുത്താൽ മതിയാ? സൈൻ തന്നെ ഇട്ട് കൊടുത്താൽ മതി. നോ ചേഞ്ച്, ഒരു ചേഞ്ച് വരുത്തണ്ട. സൈൻ ആണെങ്കിൽ സൈൻ തന്നെ ഇട്ട് കൊടുക്കുക, കോസ് ആണെങ്കിൽ കോസ് തന്നെ ഇട്ട് കൊടുക്കുക, ടാൻ ആണെങ്കിൽ ടാൻ തന്നെ ഇട്ട് കൊടുക്കുക, കൊസീക്ക് ആണെങ്കിൽ കൊസീക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഏതാണോ ഫംഗ്ഷൻ അതേ ഫംഗ്ഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അപ്പുറത്തെ ആൻസറിലേക്കും എഴുതി കൊടുക്കുക. എന്നിട്ട് എൻ പൈ പ്ലസ് എക്സ്, എൻ പൈന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് എക്സ് മാത്രം അവിടെ ആൻസർ ആക്കിയിട്ട് എഴുതി കൊടുക്കുക. അത് ഏത് ക്വാഡ്രന്റിലാന്ന് നോക്കുക. ആ ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആൻസർ ഇട്ട് കൊടുക്കുക. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ക്ലിയർ ആവട്ടോ, ഈ ആൻസറുകളിലേക്ക് വരുന്ന സമയത്ത്. അങ്ങനെയാണ് ഇതിന്റെ നോ ചേഞ്ചും ചേഞ്ചും എന്നുള്ളത്. ഇവിടെ എൻ പൈന്റെ ഫോമിലാണെങ്കിൽ അവിടെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. എന്ത് ഫോമിലാണെങ്കിൽ ചേഞ്ച് ഉണ്ടാവില്ല? എൻ പൈ ബൈ 2 എന്നുള്ള ഫോമിലാണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ എൻ മസ്റ്റ് ബി ഇൻ ഓഡ് ആയിരിക്കണം. ഓഡ് ഫംഗ്ഷൻ ആവണം ഇവിടുത്തെ എൻ എന്ന് പറയുന്നത്. ഓഡ് ആണെങ്കിൽ എൻ പൈ ബൈ 2 ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് ചേഞ്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ചേഞ്ച് എങ്ങനെയാ? സൈൻ ആണെങ്കിൽ കോസ് ആക്കണം, കോസ് ആണെങ്കിൽ എന്താക്കി കൊടുക്കണം? സൈൻ ആക്കി കൊടുക്കണം. ടാൻ ആണെങ്കിൽ കോട്ട് ആക്കണം, കോട്ട് ആണെങ്കിൽ ടാൻ ആക്കണം. സീക്ക് ആണെങ്കിൽ കൊസീക്ക് ആക്കണം, കൊസീക്ക് ആണെങ്കിൽ സീക്ക് ആക്കണം. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. സൈനിന് കോസ്, കോസിന് സൈന്, ടാനിന് കോട്ട്, കോട്ടിന് ടാന്, കൊസീക്കിന് സീക്ക്, സീക്കിന് കൊസീക്ക്. അങ്ങനെ എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. എന്ത് വരികയാണെങ്കിൽ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ഒക്കെ ഉള്ളിൽ എൻ പൈ ബൈ 2 വരികയാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ക്ലിയർ അല്ലേ? ഞാൻ ഇതിനെ വെച്ചിട്ടുള്ള ആൻസറുകൾ ഒന്ന് പറഞ്ഞുതരാം. ഇതാ ക്വാഡ്രൻസ് വെച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈൻ ഇവിടുന്ന് ഒരു ഫംഗ്ഷൻ പൈ പ്ലസ് 2 പൈ പ്ലസ് അല്ലെങ്കിൽ 0 പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ക്ലോക്ക് വൈസ്, പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങേണ്ടത്. പ്ലസ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്, പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസിലാണ് എന്ത് ചെയ്യേണ്ടത്? കറങ്ങേണ്ടത്. പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസിലും മൈനസ് ആണെങ്കിൽ ക്ലോക്ക് വൈസിലും എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ആലോചിക്കുക. പൈ ബൈ 2 പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടണം, പൈ ബൈ 2 മൈനസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടണം, പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടണം, പൈ മൈനസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടണം, 3 പൈ ബൈ 2 പ്ലസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടണം, 3 പൈ ബൈ 2 മൈനസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടണം. അത്ര ആലോചിച്ചാൽ മതി. ഇവിടെ ഉള്ള ഓരോന്നിനും പ്ലസ് ആണെങ്കിൽ അപ്പുറത്തേക്ക്, മൈനസ് ആണെങ്കിൽ ഇപ്പുറത്തേക്ക്, പ്ലസ് ആണെങ്കിൽ മുകളിലേക്ക്, മൈനസ് ആണെങ്കിൽ താഴേക്ക്, പ്ലസ് ആണെങ്കിൽ ഇപ്പുറത്തേക്ക്, മൈനസ് ആണെങ്കിൽ അപ്പുറത്തേക്ക്, പ്ലസ് ആണെങ്കിൽ താഴേക്ക്, മൈനസ് ആണെങ്കിൽ മുകളിലേക്ക്. ആ രൂപത്തിൽ ആലോചിച്ച് നോക്കുക. ഓക്കെ അല്ല? ക്വസ്റ്റിലേക്ക് പോകണേ. ഇവിടെ ശ്രദ്ധിച്ചോ, സൈൻ പൈ മൈനസ് എക്സ്, സൈൻ പൈ ഇവിടെ ഇല്ലടാ, പൈ മൈനസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ്. ഇതാ ഇവിടെയാണ് പൈ ഉള്ളത്. പൈ മൈനസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്ക് ചാടും? മുകളിലേക്ക് ചാടും. ഇതാണ് പൈ മൈനസ് എക്സ്. പൈ ആണെങ്കിൽ ചേഞ്ച് ഉണ്ടോടാ? എൻ പൈ 1 പൈ എന്നല്ല ഇവിടെ ഉള്ളത്. പൈ ആണെങ്കിൽ ചേഞ്ച് ഇല്ല. ഈ ക്വാഡ്രന്റിൽ ആരൊക്കെ പോസിറ്റീവാ? ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി. ഇവിടെ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ് ഉള്ളത്. അപ്പൊ നമ്മളോട് പറഞ്ഞത് ആരെയാടാ? സൈൻ അല്ലേ ക്വസ്റ്റ്യൻ? സൈൻ ആണ് ക്വസ്റ്റ്യൻ. പൈ ആയതുകൊണ്ട് ചേഞ്ച് ഒന്നുമില്ല. സൈൻ എന്ത് തന്നെയാണ് സെക്കൻഡ് ക്വാഡ്രന്റിലടാ? പോസിറ്റീവ് തന്നെയല്ലേ? സൈനിന്റെ സൈന് പോസിറ്റീവ് തന്നെയല്ലേ? അപ്പൊ അവിടെ പോസിറ്റീവ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. സൈൻ ഇട്ട് കൊടുക്കുക. അവിടെ എന്ത് എഴുതി കൊടുക്കണം? ഈ പൈനാണ് മറന്നേക്കുക. അതിന്റെ ഉള്ളിലുള്ള ആ എക്സിനെ നേരിട്ട് എഴുതി കൊടുക്കാം. അത്രേ ഉള്ളൂ. അതിന്റെ സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ? സൈൻ എക്സ് ആണ്. സൈൻ എൻ പൈ മൈനസ് എക്സ്. സൈൻ ഇവിടെ ഉള്ള പൈന്റെ ഏത് ആൻസറുകളും മൈനസ് എക്സ് വരികയാണെങ്കിൽ അവിടെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ നേരിട്ട് ആൻസർ എഴുതി കൊടുത്താൽ മതി. സൈൻ ഉള്ളത് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി അടുത്തത് കോസ് പൈ ബൈ 2 പ്ലസ് എക്സ്. കോസ് പൈ ബൈ 2 പ്ലസ് എക്സ് എവിടെയാണ് പൈ ബൈ 2 വരുന്നത്? ഇവിടെയല്ലേ പൈ ബൈ 2. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കല്ലേ ചാടേണ്ടത്? ഇവിടെ ആരൊക്കെയാ പോസിറ്റീവ് ഉള്ളത്? സൈനും കൊസീക്കും മാത്രമല്ലേ പോസിറ്റീവ് ഉള്ളത്. കോസ് എന്താ? നെഗറ്റീവ് ആണ്. അവിടെ ആദ്യം നെഗറ്റീവ് ഇട്ടിടണം.
സൈൻ ആദ്യം നോക്കണം. ആ ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ്, ഈ തന്ന ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ആൻസറിൽ എഴുതുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണല്ല. അപ്പൊ π/2 ആണ്. π/2 ആണെങ്കിൽ ചേഞ്ച് ചെയ്യണം. π/2 ആണെങ്കിൽ ചേഞ്ച് ചെയ്യണം. π/2 ആണെങ്കിൽ ചേഞ്ച് ചെയ്യണം. സൈനിനെ കോസ് ആക്കണം, കോസിന് എന്താക്കണടാ സൈൻ ആക്കണം. അപ്പൊ മൈനസ് സൈൻ ഇട്ടോ. ഇനി അതിന്റെ ഉള്ളിൽ താളെ നേരെ എഴുതി കൊടുക്കുക, വേറെ പണിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ സൈൻ കോസ് ഉള്ളത് സൈൻ ആക്കി. ഇവിടെ മൈനസ് ഇടാനുള്ള കാരണം എന്താണ്? π/2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോ ഇതാണ് π/2 പ്ലസ് എക്സിന്റെ ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റില് സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്. നമ്മളെ ക്വസ്റ്റ്യൻ കോസ് ആണ്, കോസ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ഇട്ട് കൊടുത്തു. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് നിങ്ങൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ തീരുമാനിക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേടാ? ഓക്കെ, ഇവിടെ നോക്കിക്കോ. ടാൻ 3π/2 പ്ലസ് എക്സ്. 3π/2 എന്ന് പറയുന്നത് ഇവിടെ അല്ലടാ, 3π/2 പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് 3π/2 പ്ലസ് എക്സ്. ഇവിടെ ആരൊക്കെയാ പോസിറ്റീവ്? ഇവിടെ കോസും സീക്കും ആണ് പോസിറ്റീവ്. ഓക്കെ അല്ലേടാ? കോസും സീക്കും ആണ്. നമ്മളോട് ടാൻ ആണ് ചോദിച്ചത്. ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ തേർഡ് ക്വാഡ്രന്റിൽ ടാൻ എന്താണ്, സോറി ഫോർത്ത് ക്വാഡ്രന്റിൽ ടാൻ എന്താണ്, നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ടാൻ നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഓക്കെ, π/2 അല്ലടാ, 3 എന്ന് പറയുന്നത് ഇവിടെ n എന്ന് പറയുന്നത് ഓഡ് ആവണം എന്ന് പറഞ്ഞു. 3 ഓഡ് അല്ലേ? അപ്പൊ n π/2 പ്ലസ് എക്സ് ആണെങ്കിൽ ചേഞ്ച് ഉണ്ടാവും. ടാൻ ഉള്ളത് ആരാവണടാ? ടാൻ ഉള്ളത് ആരാവണം? കോട്ട് ആവണം. അപ്പൊ മൈനസ് കോട്ട് എക്സ്. പിന്നെ അവിടുത്തെ എക്സിനെ മാത്രം എഴുതിയാൽ മതി. ആ എക്സിന്റെ അടുത്ത് മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് അവിടെ കൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേ വേണ്ട. ആ മൈനസും പ്ലസും എന്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്? ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ കറങ്ങുന്നത് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആക്കണം, അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. ഇവിടെ മൈനസ് ആയതുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ മൈനസ് ആവാതിരുന്നു എന്ന് ചിന്തിക്കേ വേണ്ട. ആ π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈയിൽ നിന്ന് സെക്കൻഡ് ക്വാർട്ടറിലേക്ക് തിരിയണം എന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് പ്ലസ് മൈനസ് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊസീക്ക് 2π പ്ലസ് എക്സ്. കൊസീക്ക് 2π എന്താണ്? 2π എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ 2π പ്ലസ് എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് അല്ലേ? 2π nπ ആണെങ്കിൽ നോ ചേഞ്ച്. അപ്പൊ കൊസീക്കുള്ളിൽ എന്തെങ്കിലും എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് എല്ലാവരും പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് തന്നെയാണ്. പോസിറ്റീവ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പോസിറ്റീവ് തന്നെയാണ്. കൊസീക്ക് 2π ആയതുകൊണ്ട് ചേഞ്ച് ഇല്ല. അപ്പോ കൊസീക്ക് എക്സ് എഴുതി കൊടുക്കാം. ഇതൊന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ കുറെ ഇക്വേഷൻസ് ഇത് വെച്ചാണ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതേപോലെ ജനറൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ആ ഇക്വേഷൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, എക്സാം യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ഇതാ സൈൻ 765 ഡിഗ്രി. ഇങ്ങനെ വാല്യൂസ് വന്നാൽ, വലിയ വലിയ വാല്യൂസ് വന്നാൽ അതിനെ ആൻസറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സൈൻ 765 ഡിഗ്രി. 765 ഡിഗ്രി. ഞാൻ ആ 765നെ ആദ്യം 90 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എടാ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഡിഗ്രി മെഷറിലാണ് ഇതിന്റെ ഉള്ളത്തെ ആൻസർ തന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ 8 ആണുള്ളത്. 8 × 90 720 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര കിട്ടിയടാ? 45 കിട്ടി. അതായത് ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാം, 90 × 8 90 × 8 90 × 8 720 720 പ്ലസ് 45 ചെയ്താലാണ് എന്ത് കിട്ടുക? 765 കിട്ടുക. 765നെ 90 × 8 പ്ലസ് 45 എന്ന് എഴുതി കൊടുത്താൽ 765 ആവും. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ ഡിഗ്രി മെഷറിൽ തന്നാലും നിങ്ങൾ ആദ്യം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 90 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആ 90 എന്നുള്ളതിനെ π/2 എന്ന് എഴുതി കൊടുക്കാം. 90 എന്നുള്ളതിനെ ഞാൻ എഴുതി കൊടുത്തോളാം, π/2 എന്ന് എഴുതി കൊടുത്തു. ഇവിടെ ശ്രദ്ധിച്ചോ, മുകളിലുള്ള nπ എന്നുള്ള ഫോമിലുള്ള ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണെങ്കിൽ 8π/2 പ്ലസ് π/4 എന്നല്ലേ കിട്ടുക? 8π/2 പ്ലസ് π/4. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞോടാ, ഈ ക്വസ്റ്റ്യനിൽ എന്ത് വരണം? nπ/2 ആണെങ്കിൽ n നിർബന്ധമായിട്ട് എന്താവണം എന്ന് പറഞ്ഞു? ഓഡ് ആവണം. അപ്പോഴേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഇവിടെ നോക്കിയടാ, ഇത് ഓടാണോ? ഈ 8 എന്ന് പറയുന്ന ഓടല്ലല്ലോ, ഈവൻ ആണ്. ഈവൻ ആയതുകൊണ്ടല്ലേ ഈ താഴത്തുള്ള 8 കൊണ്ടും 8നെ 4 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ആൻസർ കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ അതിനെ 4π പ്ലസ് π/4 എന്ന് എഴുതാം. 4π പ്ലസ് π/4 എന്നാണ് ഇതിനെ കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. 4π എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെയല്ലേ 4π വരുന്നത്? 4π പ്ലസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ? പ്ലസ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ എങ്ങോട്ടേക്ക് എത്തും? ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് എത്തും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ് അല്ലേ? 4π ഇതിനെ നേരെ മാറ്റി ഇങ്ങനെ എഴുതി കൊടുത്തു. 4π ആയതുകൊണ്ട് nπ ആണെങ്കിൽ നോ ചേഞ്ച് ആണ്. നോ ചേഞ്ച് ആണെങ്കിൽ സൈൻ ഉള്ളത് സൈൻ ഇട്ട് കൊടുത്തു. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്, എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് അതിന് പോസിറ്റീവ് ഇട്ട് കൊടുത്തു. മാറ്റൊന്നുമില്ല. ഇവിടെ ഉള്ള എക്സിന്റെ സ്ഥാനത്ത് π/4 എന്നാണ്. ആ π/4 എഴുതി കൊടുത്തു. സൈൻ π/4ന്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ആ ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ π/4 = 1/√2. വളരെ സിമ്പിൾ സാധനമാണ്, ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. എന്തായാലും ഓർത്തു വെക്കുക. ഇതും ഞാനൊന്ന് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക, പഠിച്ചിരിക്കണം. ഓക്കെ, മിസ്സാക്കരുത്, ഒരു കാരണവശാലും മിസ്സാക്കരുത്. സൈൻ 765. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ്
cos x is equal to -1/2, cos x is equal to -1/2, x lies in third quadrant, find the values of other 5 trigonometric functions. cos x മാത്രമാണ് തന്നത്, സൈനും കാണണം, കൊസീക്കും കാണണം, സീക്കും കാണണം, കോട്ടും കാണണം, ടാനും കാണണം, ബാക്കിയുള്ള 5 ആൾക്കാരെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നേരെ ഇങ്ങനെ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ, സൈനോ കോസോ വാല്യൂസ് തന്നു കഴിഞ്ഞാൽ നേരിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു കൊടുക്കാം. റൈറ്റ് ട്രയാംഗിൾ വരച്ചു കൊടുക്കാം. റൈറ്റ് ട്രയാംഗിളിൽ എക്സിനെ മാർക്ക് ചെയ്തു. എക്സിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാട്ടോ. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. സൈൻ എക്സ് ആണെങ്കിൽ എന്താണ്? സൈൻ എക്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. +1 മുതലേ പഠിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. സോറി, 10ാം ക്ലാസ് മുതലേ പഠിക്കുന്ന സാധനമാണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഇവിടെ കോസ് എക്സ് ആണ് തന്നത്. കോസ് എക്സ് തന്നുകൊണ്ട് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ആയിട്ട് 180, അടുത്തുള്ള സൈഡും എന്ത് സൈഡ്? ഹൈപ്പോട്ന്യൂസ് ആയിട്ടുള്ള സൈഡും മാർക്ക് ചെയ്ത് കൊടുത്തു. 1/2. ഇതേ ഫോമിൽ എഴുതി കൊടുത്താൽ അഡ്ജസന്റ് സൈഡ് 180, ഹൈപ്പോട്ന്യൂസ് 280. ഇത് 1ഉം 2ഉം വരികയാണെങ്കിൽ തേർഡ് സൈഡ് എന്തായാലും എന്ത് തന്നെയാണ് വരിക? √3 ആണ് വരിക. ഈ റേഷ്യോ നമ്മൾ പണ്ടേ പഠിക്കുന്ന സാധനമാണ്. 30 ഡിഗ്രി പ്ലസ് 90:60 വരികയാണെങ്കിൽ 1:2:√3 എന്ന് പറയുന്ന ഫോമിലാണ് അതിന്റെ ആൻസർ വരിക. അപ്പൊ തേർഡ് സൈഡിനെ √3 എഴുതി. ഈ ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ സൈനും കോസും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം കാണാം. സൈനും കോസും ടാനും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റുകൾ നേരെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ആൻസറുകളായി. കോസ് എക്സ് ആണ് ഓൾറെഡി നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നത്. കോസ് എക്സ് -1/2 ആണെങ്കിൽ കോസ് എക്സിന് നേരെ റെസിപ്രോക്കൽ എടുത്താൽ സീക്ക് എക്സ് എന്തായിരിക്കും? -2 ആയിരിക്കും. നമ്മളോട് ഏത് ക്വാഡ്രന്റ് ആണെന്നാണ് പറഞ്ഞത്? തേർഡ് ക്വാഡ്രന്റ് അല്ലേ? തേർഡ് ക്വാഡ്രന്റ് ഓൾ സ്റ്റുഡൻസ് ടേക്ക് ടി ആണ്. അപ്പൊ ടാനും കോട്ടും മാത്രമാണ് അവിടെ നിന്ന് ഉണ്ടാവുക പോസിറ്റീവ് ഉണ്ടാവുക. ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ് ഉണ്ടാവുക. ബാക്കി എല്ലാവർക്കും ആൻസറിൽ എന്ത് ഇട്ട് കൊടുക്കണം? നിങ്ങൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തത് സൈൻ എക്സ് ആവുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് √3 ആണ്, ഹൈപ്പോട്ന്യൂസ് 2 ആണ്. അപ്പൊ -√3/2. ഓക്കെ അല്ലേ? ഇനി കൊസീക് എക്സ് ആണെങ്കിൽ സൈൻ എക്സിനെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സൈൻ എക്സ് റെസിപ്രോക്കൽ -2/√3. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് √3 ആണ്, അഡ്ജസന്റ് സൈഡ് 1 ആണ്. √3/1 ആൻസർ തന്നെ കിട്ടും, √3 തന്നെ കിട്ടും. അതിന് ഞാൻ പോസിറ്റീവ് ആട്ടത് കാരണം എന്താ? തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാവർക്കും നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കോട്ടെക്സ് എടുക്കുമ്പോൾ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ദാറ്റ് മീൻസ് 1/√3. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഇതിൽ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും 2 പേരുകൾക്ക് മാത്രമേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആയിക്കാരം. ബാക്കി ഏതെങ്കിലും ക്വാഡ്രന്റ്, സെക്കൻഡോ തേർഡോ ഫോർത്തോ ക്വാഡ്രന്റ് തരികയാണെങ്കിൽ 2 പേര് പോസിറ്റീവ് ഉണ്ടാവും, ബാക്കി 4 പേരുകളും നെഗറ്റീവ് ആണ് ഉണ്ടാവുക. അധികം എക്സാമിന് ഇതിന് ഒരു പേര് നിങ്ങൾക്ക് തരും, 2 or 3 പേരുകൾ, ഒന്നോ ചിലപ്പോൾ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, അങ്ങനെ 3 ഏതെങ്കിലും കാണാൻ വേണ്ടിയിട്ട് മാത്രമേ പറയുള്ളൂ. ഇതേപോലെ 5 കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറയില്ല, ചിലപ്പോൾ ഇങ്ങനെ പറയും. എങ്ങനെ ചോദിച്ചാലും ഇതിന് ഏതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. സെറ്റല്ലടാ? സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഇതാ, ദ മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച് ഈസ് 1.5 സെന്റിമീറ്റർ. ഒരു വാച്ചിന്റെ മിനിറ്റ് ഹാൻഡ് 1.5 സെന്റിമീറ്റർ ആണ്. ഇത് 1.5 സെന്റിമീറ്റർ ആണ് മിനിറ്റ് സൂചി കേട്ടോ. ഓക്കെ. ലോങ്, ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ്സ് ഇൻ 40 minutes. 40 മിനിറ്റിൽ ഇതിന്റെ ടിപ്പ് എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് യൂസ് പൈ = 3.14 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. 40 മിനിറ്റ് ഇപ്പൊ എന്താണ് 12 ഉണ്ടാവുക. ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമ്മളെ 3-ലെത്തും, ഇവിടെ 6-ലെത്തും, ഇവിടെ 9-ലെത്തും. ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇതിൽ 2 ഡിവിഷൻ ഉണ്ടാവുക. അതിൽ ഇവിടെ 30, 35, 40. അപ്പൊ ഇവിടെ അല്ലടാ 40 എന്ന് പറഞ്ഞ മെഷർ ഉണ്ടാവുക. അപ്പൊ ഇത്രയും കറങ്ങുന്ന സമയത്ത് എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഇങ്ങനെയാകുമ്പോ 90 അല്ലടാ? ഇങ്ങനെയാകുമ്പോ 90 അല്ലേ? ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാം. ഡിഗ്രി റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞ ഇവിടെ സൈഡിൽ 40 minutes എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് 40/60 ഓഫ് ഫുൾ റെവല്യൂഷൻ. മൊത്തം കറങ്ങുന്നതിന്റെ 40/60 റെവല്യൂഷൻ എന്ന് ആലോചിച്ചാലും അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഞാൻ ഈ പറയുന്ന പോലെ ആലോചിക്കുന്നത് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ 90 ആണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് 180 ആവും. ആ 180നെ ഈ ഭാഗത്ത് നമ്മൾ ശരിക്ക് 3 പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 90നെ 3 പാർട്ടാക്കുന്ന സമയത്ത് ഒരു പാർട്ട് ഇവിടെ 30 ഡിഗ്രി ഉണ്ടാവുക. അപ്പൊ ഇവിടെ 90 ആയി, ഇവിടെ 90 ആയി, ഇവിടെ 2 പാർട്ടും കൂടി ഉണ്ട്. ആ 2 പാർട്ടും കൂടി കൂട്ടുമ്പോൾ 60 ആണ് വരിക. അപ്പൊ 180 + 60 വരുമ്പോ 240 ഡിഗ്രി ആണ് കയ്യിൽ വരിക. ആ 240 ഡിഗ്രിനെ 240 ഡിഗ്രി ഇൻറ്റു π/180 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 4π/3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതേപോലെ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ 4π/3 എന്നുള്ളതാണ് റേഡിയൻ വരിക. ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളോട് L = r θ എന്ന് പറയുന്ന ഇക്വേഷൻ പറഞ്ഞുകൊടുത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ തീറ്റനെ മസ്റ്റ് ബി ഇൻ റേഡിയൻ മെഷർ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഡിഗ്രി വെച്ചിട്ടാണ് ഇതിനെ പറഞ്ഞത്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? അതിനെ റേഡിയൻ മെഷറിലേക്ക് ആക്കി കഴിഞ്ഞാൽ 4π/3 എന്നാക്കി കൊടുക്കാം. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്തത്
ഇതിൽ നേരെ ആർ എന്ന് പറയുന്ന റേഡിയസ് ഇതല്ലേ, ഈ നീളമല്ലേ പറഞ്ഞത്, ആ റേഡിയസ് 1.5 സെന്റിമീറ്റർ എന്നാണ് തന്നത്. അപ്പൊ 1.5 സെന്റിമീറ്റർ ഇൻറ്റു തീറ്റന്റെ സ്ഥാനത്ത് 4π/3 അപ്പൊ അത് കട്ട് ചെയ്ത് 4π/3 1.5ന്റെ ഇരട്ടിയല്ലേ 3 എന്ന് പറയുന്നത്, കട്ട് ചെയ്താൽ എന്താ കൂടാ 2 എന്നാവും. അപ്പൊ 4π/2 എന്നാവും. ഇതും ഇവിടെ കട്ട് ചെയ്യാം 2 എന്നാവും. അപ്പൊ 2π എന്ന് കിട്ടും. പൈന്റെ വാല്യൂ 3.14 യൂസ് ചെയ്യാൻ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2 × 3.14 വിച്ച് ഇസ് ഈക്വൽ ടു 6.28 സെന്റിമീറ്റർ എന്ന് എന്ത് കിട്ടൂടാ, ആർക്ക് ലെങ്ത്. ഇവിടെ മുതൽ ഇവിടെ വരെ കറങ്ങാനുള്ള ദൂരം. അപ്പൊ ഈ ടിപ്പ് ഓഫ് ദി മിനിറ്റ് ഹാൻഡ് എത്ര മൂവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ വരെ മൂവ് ചെയ്തു. ആ മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെയാണ് എന്ത് എഴുതിയത്, 6.28 സെന്റിമീറ്റർ എന്ന് എഴുതിയത്. സിമ്പിൾ അല്ലേ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് prove that sin square π/6 plus cos square π/3 plus tan square π/4 is equal to -1/2. ഇത് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വാല്യൂസ് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഞാൻ sin square π/6 എന്നുള്ളതിനെ sin π/6 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ sin സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ sin x ദി ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ അല്ലേ? sin സ്ക്വയർ എന്ന് പറഞ്ഞാൽ sin x ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ sin സ്ക്വയർ π/6 എന്ന് പറയുമ്പോൾ sin π/6 ഹോൾ സ്ക്വയർ ആണ്. cos സ്ക്വയർ എന്ന് പറയുമ്പോൾ cos π/3 ഹോൾ സ്ക്വയർ ആണ്. tan സ്ക്വയർ എന്ന് പറയുമ്പോൾ tan π/4 ഹോൾ സ്ക്വയർ ആണ്. ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂസ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. sin π/6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. cos π/3 എന്ന് പറഞ്ഞാലും 1/2 ആണ്. tan π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 1 ആണ്. ഈ വാല്യൂസ് ഒക്കെ നേരെ അതിന്റെ ഉള്ളിൽ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. sin π/6 പകരം 1/2, cos π/3 പകരം 1/2, tan π/4 പകരം 1/2. 1/2ന്റെ സ്ക്വയർ 1നും സ്ക്വയർ ചെയ്യണം, 2നും സ്ക്വയർ ചെയ്യണം. 1നെ സ്ക്വയർ ചെയ്താൽ 1 തന്നെ കിട്ടും, 2നെ സ്ക്വയർ ചെയ്താൽ 4 കിട്ടും. ഇവിടെ 1നെ സ്ക്വയർ ചെയ്താൽ 1 കിട്ടും, 2നെ സ്ക്വയർ ചെയ്താൽ 4 കിട്ടും. ഇവിടെ 1നെ സ്ക്വയർ ചെയ്താൽ എന്തിനെ കിട്ടും, 1 തന്നെ കിട്ടും. 1/4 പ്ലസ് ചെയ്താൽ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, ന്യൂമറേറ്ററുകൾ തമ്മിൽ പ്ലസ് ചെയ്തു. 1 + 1 2/4 എന്ന് കിട്ടി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. 1/2 - 1 അരയിൽ നിന്ന് 1 കുറച്ചാൽ -1/2 കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു, അതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, -1/2 എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു RHS LHS എന്നാണ് നമ്മൾ തുടങ്ങിയത്. വിച്ച് ഇസ് ഈക്വൽ ടു RHS, ഹെൻസ് ദ പ്രൂഫ്. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? നേരിട്ട് ആ റിസൾട്ടുകൾ വാല്യൂസ് മാത്രം അറിയെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രൂഫാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that cos 9x minus cos 5x divided by sin 17x minus sin 3x is equal to minus sin 2x divided by cos 10x. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പഠിച്ചിരിക്കണം. 3-4 മാർക്കിന് പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിട്ടുപോകരുത് കേട്ടോ, ശ്രദ്ധിച്ചോ. ഇതൊരു പ്രഡിക്ഷൻ ആയിട്ട് കൂട്ടിക്കട്ടോ. പ്രഡിക്ഷൻ ആണ്, പ്രഡിക്ഷൻ പഠിച്ചോ. ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ദാറ്റ് ചോദിക്കുന്നുണ്ടാവുക. പ്രഡിക്ഷൻ ആണ്, പഠിച്ചു വെച്ചോ, എന്തായാലും മിസ് ചെയ്യരുത്, ശ്രദ്ധിച്ചോ. sin cos a minus cos b. Cos a minus cos b is equal to -2 sin a plus b by 2 sin a minus b by 2. sin a minus sin b is equal to 2 cos a plus b by 2 sin a minus b. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇക്വേഷൻസ് ആട്ടോ. അവിടെ ശ്രദ്ധിച്ചോ, നമ്മുടെ മുകൾ ഭാഗത്തുള്ള LHS പോർഷനിലുള്ള സാധനം എന്താ? LHS പോർഷനിലുള്ള സാധനം എന്താ? cos 9x minus cos 5x അല്ലേ? cos 9x minus cos 5x എന്ന് പറഞ്ഞാൽ cos a minus cos b എന്ന് പറയുന്ന ഫോമിലല്ലേ? അതിനെ ഈ റിസൾട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. 9x ഉള്ളടുത്ത് a കൊടുത്തു, 5x ഉള്ളടുത്ത് b കൊടുത്തു, b ഉള്ളടുത്ത് 5x കൊടുത്തു. 9x എന്റെ സ്ഥാനത്ത് 9x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ റിസൾട്ടിലേക്ക് എഴുതി കൊടുത്തത്. 9x -2 sin, ഇതാ ഈ റിസൾട്ടിലേക്ക് കേട്ടോ. -2 sin എന്റെ സ്ഥാനത്ത് 9x കൊടുത്തു. 9x + 5x by 2 sin 9x - 5x by 2. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ sin a - sin b എന്നുള്ള ഫോർമുല. അപ്പൊ അവിടെ 2 cos a + b by 2 sin a - b by 2. 2 cos 17 + 3x by 2 sin 17x by -3x by 2 എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. -2 sin മുകളിൽ ഇവിടെ പ്ലസ് ചെയ്യുക. 9x + 5x 14x by 2 എന്ന് പറയുമ്പോൾ 7x ആവും. ഓക്കെ, ഇവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? -9x - 5x ആവുമ്പോൾ 4x by 2 ആവുമ്പോൾ 2x കിട്ടും, sin 2x എന്ന് കിട്ടും. അങ്ങനെ ഓരോന്നും ഡിവൈഡ് ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് sin 7x-നെയും sin 7x-നെയും ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ 2-നെയും 2-നെയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള റിസൾട്ട് എഴുതി കൊടുത്താൽ നിങ്ങൾ ആൻസർ ആയി. മൈനസ് ഇവിടെ എഴുതി കൊടുത്തു, sin 2x മുകളിൽ എഴുതി, ബാക്കി ഡിനോമിനേറ്ററിൽ ബാക്കിയുള്ളത് cos 10x ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു, അത് തന്നെയാണ് നിങ്ങൾ എന്ത് പോർഷനിലാണ്? RHS പോർഷനിലുള്ളത്. വിച്ച് ഇസ് ഈക്വൽ ടു RHS, ഹെൻസ് ദ പ്രൂഫ് എഴുതി കൊടുത്താൽ 4 മാർക്കായി. 4 മാർക്കായിടാ, 4 മാർക്ക്. ഓക്കെ അല്ലേ? ഇത് സെറ്റ് അല്ലേ? വിട്ടുപോകരുത്, മിസ്സാക്കരുത്. എന്തായാലും പഠിക്കാം, പബ്ലിക് എക്സാമിന് ചോദിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos 75 ഡിഗ്രി. cos 75 ഇതും അതേപോലെ ഒരു പ്രഡിക്ഷൻ ആയിട്ട് കൂട്ടിക്കോട്ടെ. നിങ്ങൾ പ്രഡിക്ഷൻ ആയിട്ട് കൂട്ടിക്കോ. പ്രഡിക്ഷൻ ഓർത്ത് വെച്ചോ, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, cos 75.
കോസ് 75 15 എന്ന് പറയുന്ന രണ്ട് ആംഗിൾ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം. 75 ആണെങ്കിൽ 45 പ്ലസ് 30 ആണ്, 15 ആണെങ്കിൽ 45 മൈനസ് 30 ആണ്. അങ്ങനെ ആക്കി കൊടുക്കണം. അതിന് എപ്പോഴും ഏത് ക്വസ്റ്റ്യന്റെ ഉള്ളിൽ ഏത് ആംഗിളിന്റെ ഉള്ളിൽ 75 കണ്ടാലും 15 കണ്ടാലും 75 ആണെങ്കിൽ 45 പ്ലസ് 30 ആക്കി കൊടുക്കണം. അതേപോലെ തന്നെ 15 ഡിഗ്രി എന്ന് കണ്ടു കഴിഞ്ഞാൽ 45 മൈനസ് 30 ഡിഗ്രി എന്താക്കി കൊടുക്കണം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ എന്ത് കാട്ടി കൊടുത്തു? കോസ് 45 ഡിഗ്രി എന്നുള്ളത് കോസ് 75 ഡിഗ്രി എന്നുള്ളത് 45 പ്ലസ് 30 ഡിഗ്രി എന്ന് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. കോസ് എക്സ് പ്ലസ് വൈ റിസൾട്ട് ഇതാണ്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ന് പറയുന്ന റിസൾട്ട് ആണ്. അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തു. എക്സ് ഉള്ളിടത്തൊക്കെ 45 വൈ ഉള്ളിടത്തൊക്കെ 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. കോസ് 45 ഇൻറ്റു കോസ് 30 മൈനസ് സൈൻ 45 ഇൻറ്റു സൈൻ 30 1/√2 ഇൻറ്റു √3/2. ഈ റിസൾട്ടുകളൊക്കെ നമ്മൾ ആ ടേബിളിൽ പഠിച്ചതാട്ടോ. അതിന് എടുത്തിട്ട് പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. √3/2 മൈനസ് 1/√2 ഇൻറ്റു 1/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഡിനോമിനേറ്റർ രണ്ടും സെയിമാ. ഇവിടെ നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 3 √3/2 എന്ന് വരും. 1 into 1 1/2 എന്ന് വരും. ഡിനോമിനേറ്റർ രണ്ടും 2√2 ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. മുകളിൽ √3 ആണല്ലോ, √3 മൈനസ് 1/2 എന്ന് ഫൈനൽ ആൻസർ വരും. ഓക്കെ അല്ലടാ? സിമ്പിൾ സാധനമാണ്. ജസ്റ്റ് ആ റിസൾട്ടും ഇതേപോലെ കൺവേർട്ട് ചെയ്യുന്ന സാധനവും ഓർത്ത് വെച്ചാൽ മതി. പ്രഡിക്ഷൻ ആണ്, മറന്നു പോകരുത് കേട്ടോ. സെറ്റ് അല്ലേ? നെക്സ്റ്റ് വൺ. Prove that sin 5x plus sin 3x divided by cos 5x plus cos 3x is equal to tan 3x, tan 4x. ഇതും കുറെ പ്രാവശ്യം പബ്ലിക് എക്സാമിന് ചോദിച്ചതാ, അതുകൊണ്ട് ഇനി ചോദിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പ്രഡിക്ഷൻ പറയാത്തത്. അപ്പോ നേരത്തെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഈ ക്വസ്റ്റ്യൻ ഇത് പ്രഡിക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇത് സ്വയം നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സ്വയം ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, tan 4x സിംപ്ലിഫൈ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ അതേ രണ്ട് റിസൾട്ടുകൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ റിസൾട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്റെ ലാസ്റ്റ് ഇതൊന്നും നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം, ഇതും കൂടി ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. cos 7x പ്ലസ് cos 5x ഡിവൈഡ് ബൈ sin 7x മൈനസ് sin 5x is equal to cot x ആണ് ആൻസർ വരുന്നത്. ഇതും നേരത്തെ പറഞ്ഞ അതേ ഫോമിൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ റിസൾട്ടുകൾ മാത്രം sin a മൈനസ് sin b, cos a മൈനസ് cos b, sin a പ്ലസ് sin b, cos a പ്ലസ് cos b എന്ന് പറയുന്ന റിസൾട്ടുകൾ പഠിച്ചാൽ ഈ 3 ക്വസ്റ്റ്യനുകൾ വളരെ ഇമ്പോർട്ടന്റ് പറഞ്ഞ 3 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് എഴുതി നോക്കാം. സിമ്പിൾ അല്ലടാ? ഓക്കെ അല്ലടാ? അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ വളരെ കുറഞ്ഞ ക്വസ്റ്റ്യനുകൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ ഒറ്റൊന്നും മിസ് ചെയ്യാതെ വൃത്തിക്ക് പഠിച്ചിട്ട് എക്സാം എഴുതുക. ഈ ചാപ്റ്റർ കാണാതെ മിസ് ചെയ്ത് പോകരുത് കേട്ടോ. ഓക്കെ അല്ലടാ? ഓക്കെ, താങ്ക് യു.